കർത്താവിന് മഹത്വം. അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിൽ നിങ്ങളുടെ മുൻപിലായിരുന്നു കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ അവിടുത്തെ അത്ഭുതങ്ങളെ ഓർക്കുവാനും ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനും ദൈവം നൽകിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ക്രിസ്തയേശുവിൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു എങ്ങനെ എന്നെ രക്ഷിച്ചു എന്നും ഈ സുവിശേഷ മാർഗത്തിലേക്ക് കർത്താവിനെ സേവിപ്പാനും അതുപോലെ തന്നെ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി അധ്വാനിക്കുവാൻ ഞാൻ എങ്ങനെ വേർതിരിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ്. എൻ്റെ പേര് സത്യദാസ് എന്നാണ്. ഞാൻ ഒരു പെന്തിക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാൻ ദൈവം അവസരമൊരുക്കി. എൻ്റെ മാതാപിതാക്കൾ ഞാൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ പെന്തിക്കോസ്ത് ആത്മീയ ശുശ്രൂഷകളുടെ ഭാഗമായി അവർ മുൻപോട്ട് പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നല്ല ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെടുവാൻ സർവശക്തനായ കർത്താവ് എനിക്ക് അവസരമൊരുക്കി. എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ എനിക്ക് എന്നോട് ചേർന്ന് മറ്റ് 4 സഹോദരങ്ങളും അതുപോലെ തന്നെ മാതാവുമുണ്ട്. ഞാൻ വിവാഹിതനാണ്. എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. ഈ കഴിഞ്ഞ കുറേ നാളുകളായി അസംബ്ലി കൊണ്ട് പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ പുളിയങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ കുടുംബമായി താമസിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വേല ചെയ്തു വരുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ചെറുപ്രായത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകി. 1989 കാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കുവാനും വിശ്വാസ മുഴുവൻ സ്നാനം സ്വീകരിക്കുവാനും ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ പി ഡി ജോൺസൻ്റെ കൈക്കീഴിൽ എനിക്ക് സ്നാനമേൽക്കുവാൻ ഒരു ഭാഗ്യമുണ്ടായി. അതേ തുടർന്ന് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം, അതിനുശേഷം കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ആ സമയത്ത് തന്നെ കുഞ്ഞുനാളിലെ എന്നെ സംബന്ധിച്ച് കർത്താവിനോട് ചേർന്ന് നിൽക്കുക, കർത്തൃവേലയുടെ ഭാഗമായി നിൽക്കുക എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൽ മൂത്ത സഹോദരൻ പാസ്റ്റർ ക്രിസ്തുദാസ് കർത്താവിൻ്റെ ശുശ്രൂഷാമുഖത്ത് നിൽക്കുന്നതും അദ്ദേഹം ചെയ്യുന്ന ശുശ്രൂഷകളും ഞാൻ കണ്ട് കേട്ട് അദ്ദേഹത്തോട് താമസിച്ചാണ് വളർന്നു വരുവാനിടയായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശുശ്രൂഷാമുഖത്തെക്കുറിച്ചൊക്കെ ഏറെക്കുറെ ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ഐഡിയ എൻ്റെ മുൻപിലുണ്ടായിരുന്നു. പക്ഷേ സുവിശേഷ വേല എന്ന് പറയുന്നത് എല്ലാവർക്കും എപ്പോഴും ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ, അതിനകത്ത് എത്രത്തോളം ഞാൻ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരും, ഏതെല്ലാം വിധത്തിൽ ഈ കാര്യങ്ങളെ എനിക്ക് നന്നായി ചെയ്തെടുക്കുവാൻ കഴിയുമെന്നതിനെക്കുറിച്ചൊക്കെ ആ കുഞ്ഞുനാളിൽ ആ പ്രായത്തിൽ എനിക്ക് ചിന്തയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചു വരുന്ന സമയത്ത് എൻ്റെ മനസ്സിലെ ചിന്ത ഇങ്ങനെയായിരുന്നു, എന്തായാലും എൻ്റെ കുടുംബത്തിനകത്ത് നിന്ന് ഒരാൾ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി പൂർണ്ണസമയ ശുശ്രൂഷകനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും ഒരു പൂർണ്ണസമയ ശുശ്രൂഷകനായി സുവിശേഷ വേലയിൽ ആരംഭം കുറിക്കാതെ ഒരു ചെറിയ ജോലിയോടുള്ള ബന്ധത്തിൽ സുവിശേഷ വേലയുടെ ഭാഗമായി നിൽക്കുന്നത് അഭികാമ്യം എന്ന ചിന്ത എൻ്റെ മുൻപിലുണ്ടായി. ഞാനങ്ങനെ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിനായി മുൻപോട്ട് പോയി. എന്നാൽ ഒരു ദിവസത്തെ ഒരു ഉപവാസ പ്രാർത്ഥന ഞാൻ ആരാധിച്ചു വന്ന അസംബ്ലി തിരുമല സഭയിൽ നടക്കുമ്പോൾ പാസ്റ്റർ എം മത്തായി എന്ന് പറയുന്ന അനുഗ്രഹീതനായ ഒരു കർത്താവിൻ്റെ ദാസൻ ആ സ്ഥലം സഭയിൽ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നു. അദ്ദേഹം ശുശ്രൂഷിച്ച് വരുന്ന സമയത്ത് എൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് എന്നോട് എൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ച്, എൻ്റെ മുൻപോട്ടുള്ള എൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി സംസാരിക്കുവാനിടയായി. അവിടെ വെച്ച് തന്നെ ഞാൻ ഒരു തീരുമാനമെടുത്തു. ഓക്കെ, കർത്താവിന് എന്നെക്കുറിച്ച് അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്. കർത്താവിന് വേണ്ടി പൂർണ്ണസമയ ഒരു സുവിശേഷകനായി ശുശ്രൂഷകനായി പ്രവർത്തിക്കണമെന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽപ്പെട്ട കാര്യമാണെങ്കിൽ ആ വിധത്തിൽ ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ആ ഉപവാസ പ്രാർത്ഥനയിൽ എന്നെ പൂർണ്ണമായി സമർപ്പിച്ചു. ആ ദിവസങ്ങളിൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ കർത്താവിനെ നിറയ്ക്കുകയും ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ദൈവവചനം പഠിക്കുന്നതിന് വേണ്ടി
ബൈബിൾ കോളേജിലേക്ക് കടന്നു പോകുവാനും കർത്താവ് അവസരം നൽകി. ബൈബിൾ കോളേജിലെ എൻ്റെ വിദ്യാഭ്യാസ അനന്തരം ഞാൻ വിവിധയിടങ്ങളിൽ കർത്താവിൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ശുശ്രൂഷിക്കുവാൻ ദൈവം എനിക്ക് അവസരമൊരുക്കി. അപ്പോൾ തന്നെ പൂർണ്ണസമയ ഒരു സഭാശുശ്രൂഷകൻ എന്നതിനേക്കാൾ ഉപരി ഞാൻ പഠനത്തോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ തന്നെ വിവിധ സ്ഥലങ്ങളിൽ കടന്നുപോയി കർത്താവിൻ്റെ ദാസന്മാർ ചെറിയ കാലഘട്ടങ്ങളിലേക്ക് വിദേശയാത്രകൾ ചെയ്യുകയോ അല്ലെങ്കിൽ സഭകളിൽ ഒഴിവ് വരുന്ന സമയങ്ങളിൽ ഞാൻ അവരുടെ അടുക്കൽ കടന്നുപോയി ആ സഭകളെ സഹായിക്കുക, ശുശ്രൂഷിക്കുക എന്നിത്യാദി രീതിയിൽ ഞാൻ മുൻപോട്ട് പോകുവാനിടയായി. ചില കാലങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോയി. അത് കഴിഞ്ഞ അനന്തരം തിരുവനന്തപുരത്ത് തന്നെ പാപ്പനംകോട് എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ ഒരു മിനി എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ എനിക്ക് മുൻപ് മറ്റൊരു ദൈവദാസൻ പാസ്റ്റർ PK ജോസ് ശുശ്രൂഷകനായി താൻ ഒരു പ്രവർത്തനം ആരംഭിച്ചിരുന്നു. എന്നാൽ താൻ അവിടെ നിന്ന് മാറി കടന്നു പോകുന്ന സമയത്ത് ആ പ്രവർത്തനം എന്നെ ഏൽപ്പിച്ച് ഞാൻ അവിടെ അത് തുടർന്ന് മുൻപോട്ട് പോകുവാനിടയായി. തൊട്ട് അടുത്ത നാളുകളിൽ തന്നെ ഒരു സ്ഥലം അവിടെ കണ്ടെത്തി വാടകയ്ക്ക് ഒരു ബിൽഡിംഗ് എടുത്ത് അവിടെ ആരാധന ആരംഭിച്ചു. കുറച്ച് ആൾക്കാർ കൂടി വന്ന് ദൈവത്തെ ആരാധിച്ചു വരുന്ന സമയങ്ങളിൽ ഞാൻ കുറച്ച് നാൾ മാത്രമേ എനിക്ക് അവിടെ വർക്ക് ചെയ്യുവാൻ കഴിഞ്ഞുള്ളൂ. അവിടെ എൻ്റെ പ്രവർത്തനം കുറച്ച് നാൾ ഞാൻ ചെയ്ത അനന്തരം പിന്നെയും എൻ്റെ മനസ്സിനകത്ത് ഒരു ചിന്തയുണ്ടായി, കുറേ കൂടെ ദൈവവചനം പഠിച്ചാൽ നന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ നിന്ന് ആന്ധ്രാപ്രദേശിൽ വിശാഖപട്ടണത്തിനടുത്ത് ബിമുനിപട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് COTR ചർച്ച് ഓൺ ദ റോക്ക് തിയോളജിക്കൽ സെമിനാരി എന്ന് പറയുന്ന സെമിനാരിയിൽ കടന്നുപോയി വീണ്ടും 3 വർഷം ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ ദൈവം എനിക്ക് അവസരമൊരുക്കി. അവിടെ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിലെ ആവേശവും താല്പര്യവുമായിരുന്നു വടക്കേ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്ത് കടന്നു പോയിട്ട് കർത്താവിൻ്റെ വചനം ജനത്തോട് പറയുക, അവരെ യേശുക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക എന്നത്. അതെൻ്റെ ഹൃദയത്തിൽ വലിയ ദാഹമായിരുന്നു. അതുകൊണ്ട് ഓരോ വർഷം പഠനം കഴിഞ്ഞ് ആ വെക്കേഷൻ പീരീഡിൽ ഞാനും എന്നോടൊപ്പമുള്ള ചില സുഹൃത്തുക്കളുമായി ചേർന്ന് വടക്കേ ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ, പ്രത്യേകിച്ച് UP, പഞ്ചാബ്, അതുപോലെ തന്നെ ഇപ്പോൾ ഉത്തരാഖണ്ഡ്, അങ്ങനെ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കടന്നു പോയിട്ട് ഈ വെക്കേഷൻ ടൈമിലുള്ള ഒരു 2 മാസമോ അല്ലെങ്കിൽ 3 മാസമോ ഞങ്ങൾ സുവിശേഷം പങ്കുവയ്ക്കുകയും അവിടെ സുവിശേഷകനായി പ്രവർത്തിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ എൻ്റെ 3 വർഷത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നിട്ട് UPയിൽ തന്നെ ഗോരഖ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ വീണ്ടും മടങ്ങിപ്പോകുവാനിടയായി. സുവിശേഷ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഗോരഖ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മടങ്ങിപ്പോയത്. എന്നാൽ അവിടെ ചെന്ന് ഞാൻ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്തു വരുമ്പോൾ തന്നെ ഒരു സ്കൂളിലെ അധ്യാപകനായി എൻ്റെ അധ്യാപനം തുടർന്ന് ഞാൻ ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ സ്കൂളിലെ അധ്യാപകനായി ഞാൻ പഠനം അവിടെ പഠിപ്പിച്ച് മുൻപോട്ട് പോകുന്ന സമയത്ത് തന്നെ ഈ സുവിശേഷകൻ എന്ന എൻ്റെ ആ ദർശനത്തിൽ നിന്ന് ചെറിയ വിള്ളലുകൾ അല്ലെങ്കിൽ വീഴ്ച വരുന്നത് പോലെ എനിക്ക് തോന്നലുണ്ടായി. എങ്കിലും ഞാനത് വലിയ കാര്യമാക്കാതെ എൻ്റെ പ്രവർത്തനം ഞാനിങ്ങനെ മുൻപോട്ട് ചെയ്തു പോന്നു. ചില നാളുകൾ ഞാൻ അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് ഒരു സ്കൂള് ഏറ്റെടുത്താൽ കൊള്ളാമെന്ന ഒരു ചിന്ത എനിക്കും എന്നോടൊപ്പം പ്രവർത്തിച്ചു വന്ന ചില സഹോദരന്മാർക്കും ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ഒരു 3 പേര് ചേർന്ന് ഒരു സ്കൂള് ഏറ്റെടുത്ത് നടത്തുവാൻ വേണ്ടി എഗ്രിമെൻ്റ് ചെയ്ത് കരാർ പത്രം എഴുതി ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് സാമ്പത്തിക ഇടപാടുകളും ചെയ്യുവാനിടയായി. അപ്പോൾ കുറച്ച് നാളിങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് എൻ്റെ പ്രധാന ചിന്തയായിരുന്ന അല്ലെങ്കിൽ എൻ്റെ മെയിൻ വിഷനായിരുന്നത് കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുക എന്നതായിരുന്നു. പക്ഷേ ആ വിഷൻ ഒരല്പ സ്ലൈറ്റ് ചേഞ്ചസ് എൻ്റെ മുൻപിലുണ്ടായി. സുവിശേഷ വേല 2ാമത്തെ ഭാഗവും സ്കൂൾ നടത്തുക എന്നത് 1ാമത്തെ ഭാഗവുമായിട്ട് എൻ്റെ ജീവിതത്തിൽ മാറി. കുറച്ച് നാൾ കഴിയുമ്പോൾ സുവിശേഷ വേലയിൽ നിന്ന് ഞാനൊരല്പം പിന്തിരിഞ്ഞു പോയോ എന്ന് എനിക്ക് ചിന്ത വരുമാറ് സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഞാൻ അധികം താല്പര്യം കാണിക്കാതെ
സ്കൂളുമായി തന്നെ ജോയിൻ ചെയ്ത് എൻ്റെ പ്രവർത്തികൾ മുൻപോട്ട് ചെയ്തു പോകുന്നു. അത്യാവശ്യം സാമ്പത്തികമൊക്കെ എനിക്ക് ഉണ്ടാകത്തക്ക വിധത്തിൽ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്ത് മുൻപോട്ട് പോയി. എന്നാൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എനിക്ക് ശാരീരികമായുള്ള ഒരു രോഗം കടന്നു വന്നു. അവിടെ തൊട്ടടുത്തുള്ള പല ഹോസ്പിറ്റലുകളിലും ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഞാൻ കടന്നുപോയി. പക്ഷേ ആ UP-യിൽ ഗുരാപൂർ ഡിസ്ട്രിക്റ്റിൽ അവർക്ക് എനിക്കൊരു നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാൻ കഴിയാതെ വന്നപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് തന്നെ നിർദ്ദേശിച്ചു, ഇവിടെ നിന്ന് ഇനി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് കേരളത്തിലേക്ക് മടങ്ങിപ്പോയിട്ട് അവിടെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കടന്നുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നവർ പറഞ്ഞു. അവരുടെ ഉപദേശമനുസരിച്ച് ഞാൻ തിരുവനന്തപുരത്തേക്ക് കടന്നു വന്നു. തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന കരമനയിലുള്ള PRS ഹോസ്പിറ്റലിൽ ഞാൻ കുറേ ദിവസങ്ങൾ അഭയം പ്രാപിക്കേണ്ടതായിട്ട് വന്നു. എൻ്റെ കയ്യിൽ അന്ന് അത്യാവശ്യം കുറേ പൈസയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഹോസ്പിറ്റലൈസ്ഡ് ആയി ഇരിക്കുന്ന സമയത്ത് ഏകദേശം 7 ദിവസമാണ് ഞാനവിടെ അഡ്മിറ്റ് ചെയ്യപ്പെടുവാൻ ഇടയായത്. അഡ്മിറ്റ് ചെയ്തു. ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ എൻ്റെ അടുക്കൽ ഒരു വ്യക്തി എൻ്റെ തലയുടെ മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നുവാനിടയായി. അപ്പോൾ ഞാൻ നല്ല ഉറക്കത്തിലാണ്. ആ വ്യക്തി എന്നോട് സംസാരിക്കുന്നു, ഈ കിടക്കയിൽ ഇപ്പോൾ നീ കിടക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഇതിനു വേണ്ടിയായിരുന്നോ ഞാൻ നിന്നെ വിളിച്ചത്, അല്ലെങ്കിൽ എൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നത്? ഇപ്പോൾ നിൻ്റെ ഉദ്ദേശമാണോ നിറവേറ്റുന്നത്, അതോ എൻ്റെ ഉദ്ദേശമാണോ നിറവേറ്റുന്നത് എന്ന് ആ വ്യക്തി എന്നോട് സംസാരിക്കുന്നു. ഞാൻ നല്ല ഉറക്കത്തിലാണ്, ഞാൻ സ്വപ്നം കാണുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ പെട്ടെന്ന് തന്നെ എൻ്റെ സുബോധ മനസ്സ് എൻ്റെ മുൻപിൽ ഉണർന്നു. എനിക്ക് മനസ്സിലായി ഞാൻ സ്വപ്നം കാണുകയല്ല, എന്നോടാരോ സംസാരിക്കുക. അപ്പോൾ ആ ശബ്ദം എൻ്റെ ചെവിയുടെ അടുക്കലേക്ക് വീണ്ടും അടുപ്പിച്ച് കടന്നു വന്നു. ഞാൻ ആ വ്യക്തിയെ എൻ്റെ മുഖാമുഖം കാണുവാനിടയായി. അത് മറ്റാരുമായിരുന്നില്ല, കർത്താവായ യേശുക്രിസ്തുവിനെ എൻ്റെ മുഖത്ത് എനിക്ക് നന്നായി കാണാൻ കഴിയുന്ന വിധത്തിൽ എൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് എന്നോട് സംസാരിക്കുവാനിടയായി. ആ നിമിഷത്തിൽ എൻ്റെ അകത്ത് പെട്ടെന്നൊരു ചോദ്യമുണ്ടായി. ഈ കിടക്കയിൽ നിന്നെ വിളിച്ച ആ വിളിക്ക് യോഗ്യമായ വിധത്തിൽ എൻ്റെ മുൻപിൽ നീ സമർപ്പിച്ച് എഴുന്നേൽക്കുന്നില്ല എന്ന പക്ഷം നീ പ്രതീക്ഷിക്കുന്ന വിധത്തിൽ, നീ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊന്നും നിൻ്റെ ജീവിതത്തിൽ നടക്കില്ല. 1989 ഞാൻ ഒരിക്കൽ കർത്താവിൻ്റെ മുൻപാകെ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച മനുഷ്യനാണ്. പക്ഷേ ഞാൻ ഇന്ന് സുവിശേഷ വേലയിൽ നിൽക്കുമ്പോൾ 100% എനിക്ക് പറയുവാൻ കഴിയും, അതിനുശേഷം 2000 ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിക്കുവാൻ ഇടയായത്. അന്ന് ആ രാത്രിയിൽ യേശു എൻ്റെ അടുക്കൽ ഇറങ്ങി വരാതിരിക്കുകയും എന്നെ ഒന്ന് പുനർവിചിന്തനത്തിന്, പുനഃപരിശോധനയ്ക്ക് വിധേയപ്പെടുത്തുവാൻ എന്നോട് സംസാരിക്കാതിരിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ, ഒരു പക്ഷേയെങ്കിൽ നിങ്ങളുടെ മുൻപിൽ സംസാരിക്കുന്ന ഈ ഞാൻ ഭൂമിയുടെ മുഖത്ത് ഉണ്ടാകും എന്ന് എനിക്ക് വിശ്വാസമില്ല. എന്നാൽ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഇനി ഞാൻ മറ്റൊരു ജോലിക്ക് വേണ്ടി പോകില്ല. കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി എന്നാലാവോളം എനിക്ക് പ്രഥമ സ്ഥാനം കൊടുത്ത് ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞ് ആ രാത്രിയിൽ തന്നെ എൻ്റെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഡോക്ടർ വന്നു. അദ്ദേഹം വന്ന് എന്നെ പരിശോധിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് വൈകിട്ടാകുന്ന സമയത്ത് ഡിസ്ചാർജ് ചെയ്യാം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊടുന്നനവേ എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന രോഗം, ഞാൻ അനുഭവിച്ചു വന്നിരുന്ന പ്രയാസങ്ങൾ എൻ്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോയി. അതിന് പ്രധാന കാരണമായി തീർന്നത് ഒരു റീഡെഡിക്കേഷൻ. ഞാൻ പുതിയ ഒരു വ്യക്തി എന്ന വിധത്തിൽ വീണ്ടും കർത്താവിന് വേണ്ടി, അവിടുത്തെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ എന്നെ സമർപ്പിച്ചു കൊടുത്തു. അത് നിമിത്തം ദൈവം എന്നെ തൊട്ടു, ദൈവം എന്നെ സൗഖ്യമാക്കി. അന്ന് തുടങ്ങിയാണ് ഞാൻ വീണ്ടും കർത്താവിന് വേണ്ടി പൂർണ്ണസമയ സുവിശേഷകനായി എന്നെ തന്നെ സമർപ്പിച്ച്
ഇന്ന് ഞാൻ തുടർന്നു വരുന്ന സുവിശേഷ വേല ചെയ്തു വരുന്നത്. ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടാണ് കർത്താവിൻ്റെ വചനം പഠിക്കുവാനായിട്ട് കടന്നുപോയത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ തന്നെ കൃപയാൽ എനിക്ക് ഡിഗ്രി എടുക്കുന്നതിനും അതേ തുടർന്ന് PG ഡിഗ്രി എടുക്കുന്നതിനും ദൈവം ഒരവസരം കൂടെ നൽകി തന്നു. സെക്കുലർ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പൊതുവിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അല്ലെങ്കിൽ സുവിശേഷകരുടെ ഇടയിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇന്ന് വളർന്നു വരുന്ന നമ്മുടെ സമൂഹത്തിൽ അഥവാ യുവജനങ്ങളുടെ മുൻപിൽ അത്യാവശ്യം നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ലോകം വിരൽത്തുമ്പിലാണ്. ഇന്ന് സമൂഹത്തിൽ നടന്നു വരുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പൊതുജനത്തിൻ്റെ മുൻപിൽ, വിശേഷിച്ച് നമ്മുടെ യൂത്തിൻ്റെ മുൻപിൽ, യുവജനങ്ങളുടെ മുൻപിൽ അവരെല്ലാവരും കാര്യങ്ങൾ നന്നായി ഗ്രഹിക്കുന്നവരും അറിയുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ശുശ്രൂഷിക്കുന്ന സഭാശുശ്രൂഷകന്മാരും കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന സുവിശേഷകന്മാരും നമ്മുടെ സമൂഹത്തിൽ നല്ല വിദ്യാഭ്യാസമുള്ളവരായിരിക്കണം എന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സുവിശേഷ വേലയുടെ മുഖത്ത് ഞാൻ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സഭാപാസ്റ്റർ ആയിരിക്കുമ്പോൾ തന്നെ പഠിക്കുവാനുള്ള ആഗ്രഹം എൻ്റെ മുൻപിലുണ്ടായി. ഞാൻ സെക്കുലർ വിദ്യാഭ്യാസം ഈ പറയുന്നത് പോലെ MA കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരമൊരുക്കി. അതുപോലെ തന്നെ തിയോളജിക്കൽ വിദ്യാഭ്യാസവും എനിക്ക് മാസ്റ്റർ ഓഫ് തിയോളജി MDH ഡിഗ്രി കരസ്ഥമാക്കുവാൻ ദൈവം എനിക്ക് അവസരമൊരുക്കി. പ്രായം ഇത്രയും ആയെങ്കിലും വിദ്യാഭ്യാസത്തോട് ഇന്നും ആഗ്രഹവും ആവേശവുമുണ്ട്. ഇപ്പോഴും ഒരു ഡോക്ടറൽ ലെവലിലുള്ള ഒരു ഡിഗ്രി ഉണ്ടായാൽ കൊള്ളാമെന്നും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ മരണം വരെ വിദ്യാഭ്യാസം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളത് അഭികാമ്യമായ ഘടകമാണ്. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഗ്രഹിപ്പാൻ വേണ്ടി വ്യഗ്രതയുള്ളവാകേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് വേദപുസ്തക വചന പഠനത്തിന് നമുക്ക് വിദ്യാഭ്യാസം കൂടിയേ തീരൂ. എത്രത്തോളം വിദ്യ നമുക്ക് അഭ്യസിപ്പിക്കുവാൻ കഴിയുമോ അത്രത്തോളം വചനത്തെക്കുറിച്ചുള്ള ആഴമായ പഠനം വ്യത്യസ്തങ്ങളായ ലാംഗ്വേജ് അഥവാ വ്യത്യസ്തങ്ങളായ ഭാഷകളിൽ നിന്ന് നമുക്ക് ഗ്രഹിപ്പാനും മനസ്സിലാക്കുവാനും കഴിയും. കൃപയാൽ ദൈവം അതിന് എനിക്ക് അവസരങ്ങളെ ഒരുക്കി തന്നു. അതെൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞാൻ നിൽക്കുന്ന സമൂഹത്തിനും അതുപോലെ തന്നെ ഞാൻ ശുശ്രൂഷിക്കുന്ന ഈ ശുശ്രൂഷ കാലയളവിലും എനിക്ക് വലിയ മുതൽക്കൂട്ടായി തീർന്നു എന്നും ദൈവം ആ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് ഗുണകരമായി തീർന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ വിവാഹിതനാണ്. എൻ്റെ ഭാര്യയുടെ പേര് സലോമ PS എന്നാണ്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്തയാളുടെ പേര് അന്നാഗിൻ, രണ്ടാമത്തെ ആളുടെ പേര് ഏബൽ മോസസ്. മോനിപ്പോൾ BSc ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മോള് MSc ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ ഇവർ മൂവരും തന്നെ എനിക്ക് വളരെ കൈത്താങ്ങൾ നൽകുന്ന വ്യക്തികളാണ്. അവരുടെ പിൻബലവും അവരുടെ പ്രാർത്ഥനയും അവരുടെ സഹകരണങ്ങളുമൊക്കെയാണ് സുവിശേഷ വേലയുടെ മുഖത്ത് എനിക്ക് ഇതുവരെ വന്നെത്തുവാൻ കഴിഞ്ഞത് എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിലെ കുറവുകളെയും തെറ്റുകളെയും ഒന്ന് ബോധ്യപ്പെടുത്തി തരാനും എനിക്ക് എന്നെ തന്നെ ഒന്നുകൂടെ ശരിയായ ട്രാക്കിൽ നിലനിർത്തി ശരിതെറ്റുകളെ വിചിന്തനം ചെയ്ത് നന്നായി എന്നെ തന്നെ മോൾഡ് ചെയ്ത് എൻ്റെ സുവിശേഷ രംഗത്ത് നന്നായി മുൻപോട്ട് പോകുവാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നവരും അവർ തന്നെയാണ്. അപ്പോൾ തന്നെ എൻ്റെ ശുശ്രൂഷ മണ്ഡലത്തിൽ നന്നായി ഞാൻ ശോഭിച്ച് കാണണമെന്നും എൻ്റെ വളർച്ചയുടെ എല്ലാ രംഗങ്ങളിലും എന്നോടൊപ്പം സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു വയോധികയായ മാതാവ് ഞങ്ങളുടെ കൂടെയുണ്ട്. അവരുടെ പ്രാർത്ഥനയും അധ്വാനവും ഒരിക്കലും വില കുറച്ച് കാണുവാൻ കഴിയുകയില്ല. ആ മാതാവിൻ്റെ പ്രാർത്ഥനയും അധ്വാനവുമാണ് ഇന്ന് ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിലേക്ക് വരുവാനിടയായി. എന്നാൽ അതിലെല്ലാറ്റേക്കാളും ഉപരി എനിക്ക് പറയുവാൻ കഴിയുന്നത്
എനിക്ക് കേവലം 5 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്താണ് എൻ്റെ പിതാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത്. എൻ്റെ സെക്കുലർ വിദ്യാഭ്യാസത്തിനും അതുപോലെ എൻ്റെ തിയോളജിക്കൽ വിദ്യാഭ്യാസത്തിനും എൻ്റെ സഭാശുശ്രൂഷ നൈപുണ്യത്തിനും കൈത്താങ്ങായി തീർന്നത്, എന്നെ സഹായിച്ചതും ശക്തീകരിച്ചതും എന്നൊക്കെ പറയുന്നത് എൻ്റെ മൂത്ത സഹോദരനാണ്. അദ്ദേഹത്തെ ഒരിക്കലും മറക്കുവാൻ കഴിയുകയില്ല. അദ്ദേഹത്തിൻ്റെ പേര് പാസ്റ്റർ എൻ ക്രിസ്തുദാസ് എന്നാണ്. ഇന്നും അദ്ദേഹം കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് വളരെ കരുത്തനായി ശക്തിയോടെ ശുശ്രൂഷ തുടരുന്ന ഒരു ദൈവദാസനാണ്. അതോടൊപ്പം തന്നെ എൻ്റെ സഹോദരങ്ങൾ, ഞാനിതുവരെ ശുശ്രൂഷിച്ച് വന്ന സഭയിലെ സഭാവിശ്വാസികളുടെയൊക്കെ പ്രാർത്ഥന, പിൻബലം, അവർ ഞങ്ങളോട് കാണിച്ച സഹായ സഹകരണങ്ങളൊക്കെയാണ് സുവിശേഷ വേലയുടെ മുഖത്ത് ഇതുവരെയും ഞങ്ങളെ പിടിച്ചു നിർത്തിയതും ഞങ്ങളെ ബലപ്പെടുത്തിയതും ശക്തീകരിച്ചതും. എന്തെങ്കിലും ആയെന്ന് പറയുവാൻ കഴിയുന്നെങ്കിൽ അവരുടെ എല്ലാവരുടെയും കൈത്താങ്ങും പ്രാർത്ഥനയായിരുന്നു എന്ന് 100% നിശ്ചയദാർഢ്യത്തോടുകൂടെ എനിക്ക് പറയുവാൻ കഴിയും. ഞാനെൻ്റെ സുവിശേഷ വേലകളുടെ ബന്ധത്തിൽ ശുശ്രൂഷ ആരംഭം മുതൽ തന്നെ ഒരു സ്വാഭാവികമായ സാധാരണ ഒരു പാസ്റ്ററൽ മിനിസ്ട്രി ചെയ്ത് മുൻപോട്ട് പോകുക എന്നതിനേക്കാൾ അപ്പുറം വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളും സുവിശേഷ രീതികളും എന്നെ സംബന്ധിച്ച് ഉണ്ട്. ഞാൻ കഴിഞ്ഞ നാളുകളിലൊക്കെ എൻ്റെ സുവിശേഷ വേലകളുടെ ഫീൽഡിൽ അല്ല പ്രവർത്തന മേഖലകളിൽ വ്യത്യസ്തങ്ങളായ രീതിയിലാണ് ഞാൻ സുവിശേഷ വേല ചെയ്തു വരുന്നത്. സുവിശേഷ വേല ചെയ്യുന്നതിന് വേണ്ടി എന്നോടൊപ്പം പ്രവർത്തിക്കുവാനായിട്ട് ഒരു ചെറിയ ടീമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന മദ്യം, മയക്കുമരുന്ന് ഇവയുടെ ദുരുപയോഗങ്ങൾ, നമ്മുടെ യുവതിയുവാക്കൾക്കകത്ത് സംഭവിച്ചു വരുന്ന വീഴ്ചകൾ, അതുപോലെ തന്നെ അവരുടെ ലക്ഷ്യത്തിൽ അവർക്ക് എത്തിച്ചേരുവാൻ കഴിയാതെ ലക്ഷ്യത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ച് കളയുന്ന വ്യത്യസ്തങ്ങളായ ശക്തികൾ, വ്യത്യസ്തങ്ങളായ ദൂഷ്യ സ്വഭാവങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ ബോധവതിമാരാക്കി അവരെ ശരിയായ ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ കടന്നുപോയി അവരുടെ ഇടയിൽ അവർക്ക് വേണ്ടി സദുദ്ദേശപരമായി നല്ല ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുകയും അവരെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ച് നല്ല ട്രാക്കിൽ അവരെ കൊണ്ടെത്തിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഞാൻ പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. ഒരു ചിൽഡ്രൻസ് ക്ലബ്ബ് എന്ന വിധത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് വ്യത്യസ്ത ഇടങ്ങളിൽ കടന്നുപോയിട്ട് അവരെ സന്മാർഗത്തിൽ എങ്ങനെ ജീവിക്കണം, സമൂഹത്തിൽ എങ്ങനെ മുൻപോട്ട് പോകണം, എങ്ങനെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം, മുതിർന്നവരുടെ മുൻപിൽ എങ്ങനെ പെരുമാറണം എന്നിത്യാദി വിഷയങ്ങളെക്കുറിച്ച് അവർക്ക് ബോധം കൊടുത്ത്, അറിവ് കൊടുത്ത് നല്ല സന്മാർഗത്തിൽ വളർത്തിക്കൊണ്ടുവരുന്ന ചില പദ്ധതികൾ ഞങ്ങളുടെ മുൻപിലുണ്ട്, ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ തന്നെ കഴിഞ്ഞ ഇടങ്ങളിലൊക്കെ ഞാൻ ശുശ്രൂഷിച്ചെടുത്ത് സഭാ ഹാളുകൾക്ക് പുറത്ത് ജനത്തെ വ്യത്യസ്തങ്ങളായ വിധത്തിൽ സഹായിപ്പാനുമൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് അത് തുടരുന്നുമുണ്ട്. എന്നാൽ എൻ്റെ ഹൃദയത്തിനകത്തുള്ളൊരു വിഷൻ എനിക്ക് നിവർത്തിക്കാൻ അല്ലെങ്കിൽ നിറവേറ്റുവാൻ കഴിയാത്ത ചില കാര്യങ്ങൾ കൂടെയുണ്ട്. അതിൽ ചിലതാണ് ചർച്ചിനോട് ചേർന്ന് ഒരു സ്കൂള് ആരംഭിച്ച് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അതുപോലെ തന്നെ സമൂഹത്തിൽ വളരെ താഴേക്കിടയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടുന്നതായ പരിശീലനങ്ങൾ കൊടുത്ത് തൊഴിൽപരമായ മേഖലകളിൽ അവരെ മുൻപോട്ട് കൊണ്ടുവരിക. അതിന് ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ സ്വിമ്മിങ് മെഷീൻ അഥവാ തയ്യൽ മെഷീൻ ആൾക്കാർക്ക് മേടിച്ചു കൊടുത്ത് അവരെ ആ വിധത്തിൽ സജ്ജരാക്കി കൊണ്ടുവരിക. മറ്റ് വ്യത്യസ്തങ്ങളായ വിധത്തിൽ ചെറിയ ചെറിയ തൊഴിൽ മേഖലകൾ ഒരുക്കിക്കൊടുത്ത് അവരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ സഭ നിമിത്തവും ഞാൻ നിമിത്തവും ചെയ്യുക എന്നതൊക്കെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഈ ദിവസങ്ങളിലെ ചിന്ത. അതോടൊപ്പം തന്നെ ഈ ഭൂമിയുടെ അവസ്ഥ, ഇതിൻ്റെ മുൻപോട്ടുള്ള രീതികൾ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് സ്വാഭാവികം ഞാൻ പറയാതെ തന്നെ ജനം ചിന്തിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് കഴിയുമെങ്കിൽ വല്ലവിധേനയും വേഗത്തിൽ ഒരു കൂട്ടം ജനത്തെ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി നശിച്ചു പോകാതെ നിത്യരക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ
നരകത്തിൽ വീണു പോകാതെ നിത്യസ്വർഗത്തിലേക്ക് എത്തിക്കുക എന്നത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. അതിനുവേണ്ടി ഞങ്ങൾ അധ്വാനിക്കുകയും ഞങ്ങൾ പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ടീമായി തന്നെ ഒരുമിച്ച് പോയി മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള കവലകളിലുള്ള പ്രസംഗങ്ങൾ നടത്തുകയും ജനത്തെ ആ വിഷയങ്ങൾക്കകത്ത് നിന്ന് ബോധ്യപ്പെടുത്തി അവരെ മടക്കി കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് നിമിത്തം ധാരാളം ആൾക്കാർ, പ്രത്യേകിച്ച് യുവജനങ്ങളിൽ അനേകർ അവരുടെ ധാർമ്മിക ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചു, വീഴ്ചകൾ സംഭവിച്ചു. പക്ഷേ അതിനെ തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ പ്രസംഗത്തിലൂടെയോ ഞങ്ങളുടെ പഠിപ്പീരിലൂടെയോ ഒക്കെ അവർ മടങ്ങി വന്ന അനേക സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ കണ്ണിൻ്റെ മുൻപാകെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വരുന്ന ആളുകളിലും ആ വിധത്തിലുള്ളതായ പ്രവർത്തനങ്ങളിൽ 100% നിലനിന്ന് മുൻപോട്ട് പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. കേൾവിക്കാരായ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ, പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവാത്മാവ് നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ.